നമസ്കാരം. ലോകത്തിലെ ഏറ്റവും കരുത്തരായ രണ്ട് ജനാധിപത്യ ശക്തികൾ ഇന്ത്യയും അമേരിക്കയും മെഗാ ഡീലിനായി കൈകോർക്കുമ്പോൾ ഭയന്ന് വിറളി പൂണ്ടിരിക്കുകയാണ് മറ്റൊരു കുഞ്ഞൻ രാജ്യം ബംഗ്ലാദേശ്. ഭാരതത്തിന്റെ കരുത്താർജിച്ച നയതന്ത്രത്തിന് മുന്നിൽ അമേരിക്കൻ വിപണിയുടെ വാതിലുകൾ മലർക്കെ തുറന്നപ്പോൾ ഇതുവരെ വസ്ത്രവ്യാപാര വിപണിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ ഭയന്നു നിൽക്കുകയാണ്. ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തിന് സ്വന്തം സാമ്പത്തിക അടിത്തറ ഇളകുന്നത് കണ്ട് വിറളി പിടിച്ചോടുന്ന ഒരു അയൽപക്കത്തെയാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുമ്പോൾ ഊറിച്ചിരിച്ചിരുന്ന ബംഗ്ലാദേശ് ഇന്ത്യയുടെ പുതിയ മുന്നേറ്റത്തിൽ അടിപതറി അമേരിക്കയുടെ കാലു പിടിക്കേണ്ട അവസ്ഥയിലാണ്. ഇതാണ് അമേരിക്കയുമായി ബംഗ്ലാദേശ് തിരക്കിട്ട് നടത്തുന്ന രഹസ്യ ഡീലിലൂടെ വെളിവാകുന്നത്. വിശദമായ വാർത്തയിലേക്ക്. ഇന്ത്യയും അമേരിക്കയും ഒപ്പുവെക്കാനിരിക്കുന്ന മെഗാ ഡീൽ സൃഷ്ടിക്കുന്ന ആഘാതത്തിൽ നിന്ന് മുക്തമാകാൻ പെടാപ്പാട് പെടുകയാണ് ബംഗ്ലാദേശ്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉണ്ടായിരുന്ന 50% നികുതി ഒറ്റയടിക്ക് 18% കുറഞ്ഞത് ബംഗ്ലാദേശിന് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ഒരു തിരിച്ചടിയായി. ചൈനയ്ക്ക് ഇത് 37%വും ബ്രസീലിന് ഇത് 50%വുമാണ്. എന്നാൽ ഈ വമ്പന്മാരെ ബഹുദൂരം പിന്നിലാക്കി ഇന്ത്യ ഒന്നാമതെത്തിയപ്പോൾ ഇതുവരെ 20% നികുതി ആനുകൂല്യത്തിൽ സുഖിച്ചിരുന്ന ബംഗ്ലാദേശിന്റെ വസ്ത്ര വ്യാപാര മേഖല നിലനിൽപ്പിനായി പായുകയാണ്. ഇതിന് പരിഹാരം കാണാൻ ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അമേരിക്കയുമായി ഒരു രഹസ്യ കരാറിന് ഒരുങ്ങുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വില കുറഞ്ഞ് ലഭിക്കുമ്പോൾ അമേരിക്കൻ കമ്പനികൾ സ്വാഭാവികമായും ഇന്ത്യയിലേക്ക് തിരിയുന്നത് ബംഗ്ലാദേശിനെ ആശങ്കയിലാക്കുന്നു. ഈ തിരിച്ചടി മറികടക്കാൻ അസാധാരണമായ നീക്കങ്ങളാണ് ബംഗ്ലാദേശ് ഇപ്പോൾ നടത്തുന്നത്. ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അമേരിക്കയുമായി ഒരു രഹസ്യ വ്യാപാര കരാറിൽ ഒപ്പിടാൻ ബംഗ്ലാദേശ് ധൃതി കാണിക്കുന്നു. കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പാടില്ലെന്ന കർശന ഉപാധിയോടെ നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് ഒപ്പിട്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ഇന്ത്യൻ നിരക്കിനേക്കാൾ കുറഞ്ഞ താരിഫ് അമേരിക്കയിൽ നിന്ന് നേടിയെടുക്കുക എന്നതാണ് ബംഗ്ലാദേശിന്റെ പ്രധാന ലക്ഷ്യം. ഈ നീക്കത്തോടുള്ള ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക പ്രതികരണം ഏറെക്കുറെ പുകമറ നിറഞ്ഞതാണ്. കൊമേഴ്സ് സെക്രട്ടറി മെഹബൂബുർ റഹ്മാൻ കരാർ ഒപ്പിടുന്ന തീയതി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും വ്യവസ്ഥകൾ പരസ്യമാക്കിയിട്ടില്ല. ബംഗ്ലാദേശിന് നികുതി ഇളവ് നൽകുന്നതിന് പകരമായി ചൈനയിൽ നിന്നുള്ള സൈനിക ഉപകരണങ്ങളുടെ വാങ്ങൽ കുറയ്ക്കുക, അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നു കൊടുക്കുക തുടങ്ങിയ കടുത്ത നിബന്ധനകൾ അമേരിക്ക മുന്നോട്ട് വെച്ചതായാണ് സൂചനകൾ. ഇന്ത്യയുമായി വൻ വ്യാപാര കരാറിൽ ഏർപ്പെട്ട അമേരിക്ക അതേസമയം തന്നെ ബംഗ്ലാദേശിനെയും തങ്ങളുടെ ചേരിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇതിലൂടെ നടത്തുന്നത്. ബംഗ്ലാദേശ് മാധ്യമങ്ങളും ഈ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്ത്യക്ക് ലഭിച്ച 18% താരിഫ് എന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണിയാണെന്നും ഇത് മറികടക്കാൻ സർക്കാർ അനാവശ്യ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നുണ്ടോ എന്നും പ്രമുഖ പത്രങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നു. പുതിയ സർക്കാർ വരുന്നതിന് മുമ്പ് ഇത്തരമൊരു സുപ്രധാന തീരുമാനമെടുക്കുന്നതിലെ അനൗചിത്യവും ചർച്ചയാകുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക നയതന്ത്രം അമേരിക്കയിൽ വിജയം കാണുമ്പോൾ പതറുന്ന ബംഗ്ലാദേശ് എത്രത്തോളം പ്രതിരോധം തീർക്കുമെന്നതാണ് സാമ്പത്തിക ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മെഗാ ഡീലും അതിനെ തുടർന്ന് ബംഗ്ലാദേശ് നടത്തുന്ന രഹസ്യ നീക്കങ്ങളും ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വെല്ലുവിളി കൂടിയാണ്. ദക്ഷിണേഷ്യയിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്വാധീനം വർദ്ധിക്കുന്നതിനെ ചൈന അതീവ ജാഗ്രതയോടെയും ആശങ്കയോടെയുമാണ് വീക്ഷിക്കുന്നത്. അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ച 18% നികുതി ഇളവ് ചൈനയുടെ തന്നെ കയറ്റുമതി മേഖലയ്ക്ക്, വിശേഷിച്ചും തുണിത്തരങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയ്ക്ക് വലിയ ഭീഷണിയാണ്. നിലവിൽ 37% നികുതി നേരിടുന്ന ചൈനയ്ക്ക് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യയോട് മത്സരിക്കുക എന്നത് കഠിനമായ കാര്യമായി മാറി. ബംഗ്ലാദേശ് അമേരിക്കയുമായി നടത്തുന്ന രഹസ്യ കരാറിനെ ചൈന കടുത്ത അതൃപ്തിയോടെയാണ് കാണുന്നത്. ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളിയും നിക്ഷേപകനുമാണ് ചൈന. എന്നാൽ അമേരിക്കയുമായുള്ള പുതിയ കരാറിന്റെ നിബന്ധനകളിൽ ചൈനീസ് ആയുധങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കണമെന്ന വ്യവസ്ഥയുണ്ടെന്ന റിപ്പോർട്ടുകൾ ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെ തങ്ങളുടെ സ്വാധീന വലയത്തിൽ നിന്ന് അടർത്തി മാറ്റാനുള്ള അമേരിക്കയുടെ നീക്കമായാണ് ചൈന ഇതിനെ വിലയിരുത്തുന്നത്. ബംഗ്ലാദേശിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചൈന കോടിക്കണക്കിന് ഡോളർ മുടക്കിയുള്ള സാഹചര്യത്തിൽ യൂനുസ് സർക്കാരിന്റെ ഈ ചുവടുമാറ്റം ചൈനയ്ക്ക് നയതന്ത്രപരമായ തിരിച്ചടിയാണ്. ഔദ്യോഗികമായി ചൈന മൗനം പാലിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ മാധ്യമങ്ങൾ വഴി അമേരിക്കയുടെ ഈ നീക്കം ഏഷ്യയിലെ പ്രാദേശിക സമാധാനത്തെ തകർക്കുമെന്ന് അവർ വാദിക്കുന്നുണ്ട്. ഇന്ത്യയെ മുൻനിർത്തി ദക്ഷിണേഷ്യയിൽ അമേരിക്ക നടത്തുന്ന കളിയിൽ ബംഗ്ലാദേശും കക്ഷി ചേരുന്നത് മേഖലയിലെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതികൾക്ക് തടസ്സമാകുമെന്ന് അവർ ഭയപ്പെടുന്നു. ചുരുക്കത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക നേട്ടവും അതിനെ പ്രതിരോധിക്കാനുള്ള ബംഗ്ലാദേശിന്റെ അമേരിക്കൻ വിധേയത്വവും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട പ്രഹരമാണ്. ഇന്ത്യ നയതന്ത്രപരമായി മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിനെ തിരികെ പിടിക്കാൻ ചൈന പുതിയ സാമ്പത്തിക പാക്കേജുകളോ
സമ്മർദ്ദ തന്ത്രങ്ങളോ പുറത്തെടുക്കാൻ സാധ്യതയുണ്ട്. ബംഗ്ലാദേശിന്റെ ഈ വിരളി പിടിച്ചുള്ള നെട്ടോട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു പ്രതികരണം മാത്രമാണ്. ദക്ഷിണേഷ്യൻ വിപണിയിലെ തങ്ങളുടെ അനിഷേധ്യമായ അധികാരം ഉറപ്പിക്കാൻ ഇന്ത്യക്ക് ലഭിച്ച സുവർണ അവസരമായാണ് ഇന്ത്യ ഇതിനെ കാണുന്നത്. ബംഗ്ലാദേശ് അമേരിക്കയുമായി രഹസ്യ കരാറിൽ ഒപ്പിട്ടാലും ഇന്ത്യയുടെ വിപുലമായ ഉൽപാദന ശേഷിയോടും ഗുണനിലവാരത്തോടും മത്സരിക്കാൻ അവർക്ക് എളുപ്പമാകില്ലെന്ന് ഇന്ത്യ വിലയിരുത്തുന്നു. അമേരിക്കയുമായുള്ള ബംഗ്ലാദേശിന്റെ രഹസ്യ നയതന്ത്രത്തിൽ ഇന്ത്യ കാണുന്ന ഏറ്റവും വലിയ നേട്ടം ചൈനയുമായുള്ള അവരുടെ അകൽച്ചയാണ്. ചൈനീസ് പ്രതിരോധ ഉപകരണങ്ങൾ ഉപേക്ഷിക്കണമെന്ന അമേരിക്കയുടെ നിബന്ധന ബംഗ്ലാദേശ് അംഗീകരിക്കുന്നത് മേഖലയിൽ ചൈനയുടെ സ്വാധീനം കുറയാൻ സഹായിക്കുമെന്ന് ഇന്ത്യ കരുതുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ദീർഘകാല സുരക്ഷാ താൽപര്യങ്ങൾക്ക് ഗുണകരമാണ്. എങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ബംഗ്ലാദേശിന് ഈ നികുതി ഇളവ് അത്ര എളുപ്പത്തിൽ ലഭിക്കില്ല എന്നാണ്. വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളായ പരുത്തി, നൂൽ എന്നിവ ഇന്ത്യയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ മാത്രമേ വാങ്ങാവൂ എന്ന നിബന്ധന അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിൽ കുറഞ്ഞ വിലയ്ക്ക് ചൈനയിൽ നിന്നാണ് ബംഗ്ലാദേശ് ഇവ ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കയുടെ ഈ കർശന നിബന്ധന അംഗീകരിച്ചാൽ വസ്ത്രങ്ങളുടെ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും നികുതി കുറഞ്ഞാലും ലാഭം കുറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് നീങ്ങും. അമേരിക്കൻ വിദേശകാര്യ വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഈ കരാറിലെ മറ്റൊരു പ്രധാന നിബന്ധന തൊഴിൽ നിയമങ്ങളിലെ മാറ്റമാണ്. ബംഗ്ലാദേശിലെ വസ്ത്രനിർമ്മാണശാലകളിലെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും യൂണിയനുകൾക്ക് കൂടുതൽ അധികാരം നൽകണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ഇത് നടപ്പിലാക്കുന്നത് അവിടുത്തെ ഫാക്ടറി ഉടമകൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും. കൂടാതെ വസ്ത്ര കയറ്റുമതിക്ക് പകരമായി അമേരിക്കൻ ചൗക്കീദാർ ഡ്രോണുകളും സൈനിക വിമാനങ്ങളും വാങ്ങാനുള്ള സമ്മർദ്ദവും അമേരിക്കൻ പ്രതിനിധികൾ ചെലുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ വിപണിയോടുള്ള മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ബംഗ്ലാദേശ് ശ്രമിക്കുമ്പോൾ അമേരിക്ക അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുകയാണ്. ഇന്ത്യയുമായുള്ള കരാർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ബംഗ്ലാദേശുമായുള്ള രഹസ്യ കരാർ അവരെ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായാണ് അമേരിക്കൻ പക്ഷത്തു നിന്നുള്ള നീക്കങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് തൊട്ടു പിന്നാലെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ അമേരിക്കയുമായി ഒപ്പിടാനൊരുങ്ങുന്ന രഹസ്യ കരാറിനെതിരെ ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടികൾ കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് വെറും 3 ദിവസം മുമ്പ്, അതായത് ഫെബ്രുവരി 9 ഇത്തരമൊരു സുപ്രധാന കരാർ ഒപ്പിടുന്നതിലെ ധാർമ്മികതയെയും നിയമസാധ്യതയെയും അവർ ചോദ്യം ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികളായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി എന്നിവർ പ്രധാനമായും ഉയർത്തുന്ന ആരോപണം ഈ കരാറിന്റെ സുതാര്യതയില്ലായ്മയെക്കുറിച്ചാണ്. കരാറിലെ നിബന്ധനകൾ പുറത്തുവിടാൻ പാടില്ലെന്ന നോൺ ഡിസ്ക്ലോഷർ അഗ്രിമെന്റ് ഒപ്പിട്ടതിനെ അവർ രൂക്ഷമായി വിമർശിക്കുന്നു. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് മാത്രം തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഇത്തരം ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ ഒരു ഇടക്കാല സർക്കാർ രഹസ്യമായി തീരുമാനമെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് അവർ വാദിക്കുന്നു. ഇലക്ഷൻ അടുത്തെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ വരാനിരിക്കുന്ന പുതിയ സർക്കാരിന്റെ കൈകൾ കെട്ടിയിടാനുള്ള നീക്കമായാണ് പ്രതിപക്ഷം ഇതിനെ കാണുന്നത്. അമേരിക്കൻ താൽപര്യങ്ങൾക്കും നിബന്ധനകൾക്കും ഇടക്കാല സർക്കാർ പൂർണ്ണമായി കീഴടങ്ങിയെന്നും ചൈനയുമായുള്ള വ്യാപാര ബന്ധം കുറയ്ക്കണമെന്നുമുള്ള അമേരിക്കയുടെ ആവശ്യം അംഗീകരിക്കുന്നത് ബംഗ്ലാദേശിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് അസംസ്കൃത വസ്തുക്കൾക്കായി ചൈനയെ ആശ്രയിക്കുന്ന വസ്ത്ര വ്യാപാര മേഖലയ്ക്ക് ഈ കരാർ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഇന്ത്യയുമായി അമേരിക്ക ഉണ്ടാക്കിയ കരാർ ബംഗ്ലാദേശിന്റെ കയറ്റുമതിയെ ബാധിക്കുമെന്ന് ഭയന്ന് പരിഭ്രാന്തിയിലായി എടുത്ത ഒരു തീരുമാനമാണിതെന്ന് പ്രതിപക്ഷ നേതാക്കൾ പരിഹസിക്കുന്നുമുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തെ പണയപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിൽ നിന്ന് സൈനിക ഉപകരണങ്ങൾ വാങ്ങാനുള്ള വാഗ്ദാനം കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഈ രഹസ്യ കരാർ ഒരു പ്രധാന ആയുധമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുമ്പോൾ വിറയ്ക്കുന്നത് ബംഗ്ലാദേശിന്റെ വസ്ത്രനിർമ്മാണശാലകളാണ്. സ്വന്തം വിപണി സംരക്ഷിക്കാൻ പരമാധികാരം പണയപ്പെടുത്തിക്കൊണ്ട് രഹസ്യ കരാറുകൾക്ക് ബംഗ്ലാദേശ് മുതിരുന്നത് ഇന്ത്യയുടെ ഈ വമ്പൻ നേട്ടം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു. ആഗോള വിപണിയിൽ ഇന്ത്യ തരംഗമാകുമ്പോൾ അവിടുത്തെ തിരമാലകളിൽ ഉലയാതിരിക്കാനുള്ള ബംഗ്ലാദേശിന്റെ ഈ നെട്ടോട്ടം വരും ദിവസങ്ങളിൽ ഏഷ്യൻ രാഷ്ട്രീയത്തെ കൂടുതൽ കലുഷിതമാക്കും എന്നുറപ്പാണ്. വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.